അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് 24 ചാനലിൽ മിസ്റ്റർ മൈത്രേയനുമായി നടത്തിയിട്ടുള്ള ഒരു ചർച്ച, ജനകീയ കോടതി എന്ന പേരിൽ നടത്തിയിട്ടുള്ള ഒരു സംവാദം, ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ചർച്ച. ആ ചർച്ചയിൽ മൈത്രേയൻ പറയുന്ന ചില വിചിത്രമായ വാദങ്ങൾ അല്ലെങ്കിൽ ഭീകരമായ പല കാര്യങ്ങളും അദ്ദേഹം വിളിച്ചു പറയുന്നതായിട്ട് നമ്മളൊക്കെ പല ആളുകളും ചിലപ്പോൾ ആ പരിപാടി കേട്ട ആളുകളായിരിക്കും. മൈത്രേയനൊക്കെ ആദ്യം ഒരുപാട് ആളുകൾ എതിർപ്പുകളുണ്ടായിരുന്നു മൈത്രേയൻ്റെ ഈ വാദങ്ങളെ. കാരണം ഇദ്ദേഹം പറയുന്ന ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്ന അല്ലെങ്കിൽ ഇതേ നിലപാടുകളുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരം അപകടം പിടിച്ച അല്ലെങ്കിൽ വളരെ വിചിത്രമായ ഇതുപോലെയുള്ള ആശയങ്ങൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മൈത്രേയൻ അന്നത്തെ ആ ചർച്ചയിൽ വെച്ച് പറഞ്ഞു, രാജ്യസ്നേഹം എന്നുള്ളത് ഒരു അപകടം പിടിച്ച കാര്യമാണ്, അതൊരു കപട സ്നേഹമാണ് എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഒരു അബദ്ധമാണത്, അല്ലെങ്കിൽ എത്ര വലിയൊരു ഭീകരമായ ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ ഒരു അപകടം വേറെ ഉണ്ടോ? സ്വന്തം രാജ്യത്തിനോട് സ്നേഹമുണ്ടാകുമ്പോൾ മറ്റു രാജ്യക്കാരെ കാണുമ്പോൾ വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ മറ്റു രാജ്യക്കാരോട് നമുക്ക് ആ സ്നേഹം ഉണ്ടാവുകയില്ല, അവിടെ വെറുപ്പ് തുടങ്ങുകയാണ്, ശത്രുത തുടങ്ങുകയാണ് എന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അഥവാ അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് സ്നേഹം പാടില്ല, അങ്ങനെ സ്നേഹിച്ചാൽ നമുക്ക് മറ്റുള്ള ആളുകളോട് സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. സ്വന്തം മക്കളോട് സ്നേഹമുള്ള ഒരു വ്യക്തി മറ്റു മക്കളെ കാണുമ്പോൾ വെറുപ്പ് നമുക്ക് വരാറുണ്ടോ? സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്ക്, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ മക്കളോട് പ്രത്യേക സ്നേഹം നമുക്കുണ്ടാകും, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മക്കളെ കാണുമ്പോൾ നമുക്കുണ്ടാകും. പക്ഷേ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മതവിശ്വാസിയാണ് ആ പറഞ്ഞതെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാകും, എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഇതുവരെ ഇദ്ദേഹത്തിനെതിരെ ഒരാളും ഒന്നും പറയുന്നില്ല. മൈത്രേയനെ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നിലവിലുണ്ട്. ആദ്യമൊക്കെ മൈത്രേയൻ്റെ ഹേറ്റേഴ്സ് കൂടുതലായിരുന്നുവെങ്കിൽ ഇന്ന് മൈത്രേയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അഥവാ ഈ കള്ളും കഞ്ചാവും MDMA പോലെയുള്ള മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുവാനും, എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ലഹരികൾ MDMA പ്രാബല്യത്തിൽ വരുത്തുന്നില്ല, ഇതിൻ്റെ വിലക്ക് നീക്കുന്നില്ല എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിചിത്രവും അപകടകരവുമായിട്ടുള്ള വലിയ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ചുരുക്കത്തിൽ മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തവന് ലോകം തിരിഞ്ഞിട്ടില്ല. മൈത്രേയനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും പഴഞ്ചനാണ്. മൈത്രേയനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ലോക വിവരമുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനർത്ഥം വരാൻ പോകുന്ന തലമുറയിൽ ഇദ്ദേഹം പറയുന്ന ആശയങ്ങളെ കൊണ്ടു നടക്കാനും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഭാവിയിൽ ഒരുപാട് ആളുകൾ രംഗത്ത് വരും എന്നുള്ളതാണ്. അതിന് പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈത്രേയൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകൂല, ഒരു 10-50 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് കാര്യം? ഇന്നാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. 24 ആ ചർച്ചയിൽ തന്നെ ഹാഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരൂ, റിയാലിറ്റിയെക്കുറിച്ച് സംസാരിക്കൂ, അല്ലാതെ 50 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ കിടന്ന് ശബ്ദമുണ്ടാക്കി ചർച്ച ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വളരെ കറക്റ്റാണ് പറഞ്ഞത്. 50 വർഷം ഇവിടെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്, ഇവിടെ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച നടത്തിയിട്ട് എന്താ കാര്യം? എന്നാൽ ഈ മൈത്രേയൻ ഒരു പണി ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു പണി ചെയ്യട്ടെ, ഇപ്പോൾ തൽക്കാലം ഉണ്ടാതിരിക്കുക, 50 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. കാരണം അതവിടെ പ്രസക്തിയുള്ളൂ. ഏതൊരു കാര്യവും നിലവിൽ പ്രസൻറ്റിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അത്തരം കാര്യങ്ങളിലായിരിക്കണം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ ഭാവിയിൽ ഒരു 100 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിലോ അങ്ങനെയും സംഭവിക്കാമല്ലോ. ടെക്നോളജികൾ ഇവിടെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഇനി വരാൻ പോകുന്ന ഒരു 20 വർഷം 30 വർഷം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ടെക്നോളജി ഈ രൂപത്തിലായിരിക്കും, അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, അപ്പോൾ ഈ 10-30 വർഷമോ അത് നമുക്ക് നഷ്ടമായില്ലേ? അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളുമായിട്ട് സംസാരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ വരാൻ പോകുന്ന 50 വർഷത്തെക്കുറിച്ച്, 50 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സപ്പോർട്ട് അതിനെ സംസാരിക്കുന്ന ആളുകൾ തൽക്കാലം ഇപ്പം ഉണ്ടാതിരിക്കുക, എന്നിട്ട് 50 വർഷം കഴിഞ്ഞിട്ട് സംസാരിക്കുക എന്നേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ മൈത്രേയൻ്റെ മറ്റൊരു കാര്യം, മറ്റൊരു സംഭവം നമ്മളവിടെ കണ്ടു. അഥവാ അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിയായിരുന്നു രാഹുൽ ഈശ്വർ. അദ്ദേഹം ഒരുപാട് തെളിവുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തെളിവുകൾ നിരത്തി. എന്തുണ്ടായത്? മൈത്രേയൻ വളരെ പുഷ്പം പോലെ പറയുന്നു, നിന്റെ തെളിവുകളൊക്കെ ആർക്ക് വേണം? അപ്പോൾ തെളിവുകളോട് സംസാരിക്കാൻ അദ്ദേഹത്തിനോട് താല്പര്യമില്ല.
തെളിവുകളെ അദ്ദേഹം പുഷ്പം പോലെ അല്ലെങ്കിൽ തെളിവിനെ വളരെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഞാനെന്ത് പറയുന്നു അത് നിങ്ങൾ കേൾക്കുക, ഞാനെന്ത് സംസാരിക്കുന്നു അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങൾ പാടില്ല, തിരിച്ചിങ്ങോട്ട് ഞാൻ പറയുന്നതിനെ ഗണ്ണിക്കാൻ പാടില്ല, എല്ലാം ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നൊരു രൂപത്തിലുള്ള ഒരു ധാർഷ്ട്യം മൈത്രേയന് നമ്മൾ ആ ചർച്ചയിലുടനീളം കണ്ടതാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മദ്യം, MDMA പോലെയുള്ള മാരകമായ ലഹരികളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ വരുത്തിയിട്ട് ഇത് ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മതി, ഇതിൻ്റെ നിരോധനം പാടെ ഒഴിവാക്കുക, മറിച്ച് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കുക, ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ മദ്യം ഒരുപാട് ജീവിതങ്ങൾ തകർക്കുന്നുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും കുടുംബപരമായും എന്ന് വേണ്ട എല്ലാ മേഖലയിലും മദ്യം ഒരു വില്ലനാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് സുലഭമായി കിട്ടുന്നുണ്ട്, പക്ഷേ അത് നിയന്ത്രണമുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മദ്യം, കള്ളു കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്, നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ദിവസവും ഒരുപാട് ആളുകൾ ഇതുമൂലം മരണപ്പെടുന്നുണ്ട്. വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം മദ്യപിച്ച് വാഹനം ഓടിച്ചുകൊണ്ടാണ് അവർ ഈ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നതും മറ്റു അപകടങ്ങൾ സംഭവിക്കുന്നതും മരണം സംഭവിക്കുന്നതും. അപ്പോൾ മദ്യത്തിൻ്റെ വിഷയത്തിൽ തന്നെ നിയന്ത്രണം കൊണ്ടുവന്നിട്ട് തന്നെ അതിവിടെ നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാരിനോ ജനങ്ങൾക്കോ ആളുകൾക്കോ കഴിയുന്നില്ല. പിന്നെ ഇതുപോലെയുള്ള മാരകമായ ലഹരികൾ കൂടെ നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും എത്രത്തോളമായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത്. ഒരു പക്ഷേ ഇദ്ദേഹം ഈ പറയുന്നത് പോലെയുള്ള MDMA പോലെയുള്ള അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഇദ്ദേഹം പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞു അതിർത്തികളില്ലാത്ത രാജ്യസ്നേഹം, അല്ലെങ്കിൽ അതിർത്തികളില്ലാത്ത ഒരു രാജ്യം, അതൊക്കെ സംഭവിക്കാൻ പോവുക. റിയാലിറ്റിയിൽ ജീവിക്കാത്ത ഒരു വ്യക്തി ഇതിപ്പോൾ പോയി എങ്ങോട്ടാണ് എത്തുന്നത്? ഈ മാരകമായ ലഹരി മുഴുവനും അടിച്ച് കിളി പോയ ആളുകൾ പറയുന്ന സംസാരങ്ങൾ തിരിയുന്നവനായിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണം. അവരെന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തണം, നമ്മളത് മനസ്സിലാക്കണം. അല്ലാത്ത ആളുകൾ എന്ത് പറഞ്ഞാലും അതിന് വിലയില്ലാത്തൊരു കാലം. ഇതുപോലെയുള്ള വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാനും അത് മനസ്സിലാകാത്തവൻ പഴഞ്ചനാണ്, അത് മനസ്സിലാകാത്തവന് ലോകം തിരിഞ്ഞിട്ടില്ല എന്ന രീതിയിലേക്ക് ആളുകളെ മാറ്റുന്ന ഒരു വിഭാഗം ആളുകൾ ഈ മൈത്രേയനിയിലൂടെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം പറഞ്ഞ പല വാദങ്ങളും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. തെളിവുകൾക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രസക്തിയില്ല, തെളിവുകൾക്ക് വില കൊടുക്കുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിനോട് നമുക്ക് എങ്ങനെ സംവദിക്കാൻ കഴിയും? അപ്പോൾ ഇദ്ദേഹത്തിനെയൊക്കെ ചാനൽ ചർച്ചയിലേക്ക് വിളിച്ചു കൊണ്ടുവരുത്തി എന്തോ വലിയ സംഭവമായിട്ട് കുത്തിയിരുത്തുന്ന ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ ഇതിനേക്കാളും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയ ധാരാളം ജീവിച്ചിരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലുള്ള ചർച്ചകൾ നടത്തുകയാണെങ്കിൽ ഇത് കാണുന്ന ചെറിയ വരും തലമുറക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടും. അല്ലാതെ ഇതുപോലെ കിളി പോയ ആളുകളെ കൊണ്ടിരുത്തിയിട്ട് അവർ വിടുന്ന വിടുവായത്തങ്ങൾ മുഴുവനും കേട്ടുകൊണ്ട് അത് ഏറ്റുപിടിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വളർന്നു വരും എന്നുകൂടെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരുത്തി ചർച്ച നടത്തുന്ന ചാനലുകാർ ഒന്ന് ശ്രദ്ധിക്കണം. അസ്സലാമു